ചെറിയ മുതൽ മുടക്കിൽ എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എന്ന് ചിന്തിക്കുന്നവരും ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞവരും നമ്മളിൽ ഉണ്ടാകാം. എന്നാൽ ചെറിയതും വലിയതുമായ ബിസിനസ് തുടങ്ങാൻ ആർക്കും കഴിയും. പക്ഷേ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതാണ് പ്രധാനം. ഹോൾസെയിൽ റീറ്റെയിൽ സ്റ്റോറുകൾക്കും സേവനദാതാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് iBiller ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് ആപ്പ്. വലിയ തുക മുടക്കിയുള്ള കമ്പ്യൂട്ടറോ പ്രിന്ററോ ബാർകോഡ് സ്കാനറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ബ്ലൂടൂത്ത് പ്രിന്ററും പിന്നെ ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലും iBiller ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എത്ര കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഒരു സംരംഭകന് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഒരേ ക്ലൗഡ് നെറ്റ്വർക്കിൽ ബന്ധിപ്പിച്ചു ഓരോ സ്റ്റാഫിന്റെയും കീഴിൽ അതാത് ദിവസം ഉള്ള കളക്ഷൻസ്, ഷോപ്പിലെ സെയിൽസ്, പർച്ചേസ്, എസ്റ്റിമേറ്റ്സ്, സ്റ്റോക്സ്, കസ്റ്റമേഴ്സ് വെൻഡർ അക്കൗണ്ട്സ്, ടാക്സ്, ലാഭനഷ്ട കണക്കുകൾ തുടങ്ങിയ ഒട്ടുമിക്ക ബിസിനസ് ഇടപാടുകളും ഉടമയ്ക്ക് എവിടെയിരുന്നും അറിയുവാനും മാനേജ് ചെയ്യുവാനും പ്ലാൻ ചെയ്യുവാനും കഴിയുന്നു. ഹായ് എവരിവൺ, iBiller ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് ആപ്പ് ഡെമോൺസ്ട്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ iBiller ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതാണ്. ആദ്യമായി പ്ലേ സ്റ്റോർ എടുത്ത് iBiller എന്ന് സെർച്ച് ചെയ്യുക. iBiller ക്ലൗഡ് ബേസ്ഡ് പോയിന്റ് ഓഫ് സെയിൽ ആപ്പ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ iBiller നമ്മുടെ ഹാൻഡ്സെറ്റിലേക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. iBiller നമ്മുടെ ഹാൻഡ്സെറ്റിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്സെറ്റിന്റെ സ്ക്രീനിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി iBillerന്റെ ഒരു യൂസർ ആണെങ്കിൽ മൊബൈൽ നമ്പറും അക്കൗണ്ട് പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗോൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മൾ ഒരു പുതിയ യൂസർ ആണെങ്കിൽ ന്യൂ യൂസർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ, പാസ്വേഡ്, ശേഷം ഇമെയിൽ എൻ്റർ ചെയ്യുക. അടുത്തായി OTP വെരിഫിക്കേഷൻ ആണ്. നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു OTP വരും. അത് അടുത്ത സ്ക്രീനിൽ എൻ്റർ ചെയ്യാൻ OTP വെരിഫിക്കേഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ OTP നമ്പർ 4316 എന്നതാണ്. 4316 എന്ന ഈ OTP എൻ്റർ ചെയ്യുക. ഇനി നമ്മുടെ ഷോപ്പ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത്. അതിനായി നമ്മൾ ഷോപ്പ് ഏത് കൺട്രിയിലാണോ എന്നുള്ളത് നാം സെലക്ട് ചെയ്യുക. ഇന്ത്യ എന്നതാണ് നമ്മുടെ കൺട്രി. ഗൂഗിൾ ലൊക്കേഷനിൽ നമ്മുടെ ബിസിനസ് ഇൻഫർമേഷൻ ലഭ്യമാണ് എങ്കിൽ നമുക്ക് ഗൂഗിൾ ലൊക്കേഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലൊക്കേഷൻ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങളുടെ ബിസിനസ് നെയിം ഇവിടെ എൻ്റർ ചെയ്ത് ഗൂഗിൾ ലൊക്കേഷനിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് പിക്ക് ചെയ്തെടുക്കാം. ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടില്ല എങ്കിൽ തിരിച്ചു വരാം. ഷോപ്പ് ഡീറ്റെയിൽസ് മാനുവലായിട്ട് എൻ്റർ ചെയ്യാം. അതിനായി എൻ്റർ ഷോപ്പ് ഡീറ്റെയിൽസ് മാനുവലി എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ബിസിനസ് നടത്തുന്ന ഫിനാൻഷ്യൽ ഇയർ എൻ്റർ ചെയ്യുക. സ്റ്റാർട്ടിംഗ് ഫിനാൻഷ്യൽ ഇയർ എൻ്റർ ചെയ്തു. ശേഷം എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക.
ശേഷം നമ്മുടെ ബിസിനസ് നെയിം അഥവാ ഷോപ്പ് നെയിം എൻ്റർ ചെയ്യുക. നമ്മുടെ ഷോപ്പ് ടൈപ്പ് അല്ലെങ്കിൽ സർവീസ് ടൈപ്പ് എന്താണ് എന്നുള്ളത് എൻ്റർ ചെയ്യുക. അടുത്തായി നമ്മുടെ ബിസിനസ് അഡ്രസ് എൻ്റർ ചെയ്യുക. ഷോപ്പിൻ്റെ കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക. നമ്മുടെ ഷോപ്പിന് ഇമെയിൽ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ ബിസിനസ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഓർക്കുക, ഈ സ്ക്രീനിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഇൻഫർമേഷനാണ് എൻ്റർ ചെയ്തത്. കൺട്രി, സ്റ്റാർട്ടിംഗ് ഫിനാൻഷ്യൽ ഇയർ, എൻഡിങ് ഫിനാൻഷ്യൽ ഇയർ, ബിസിനസ് നെയിം, ബിസിനസ് ടൈപ്പ്, ബിസിനസ് അഡ്രസ്സ്, കോൺടാക്റ്റ് നമ്പർ. ഈ സ്ക്രീനിൽ നാം എൻ്റർ ചെയ്ത ബിസിനസ് ഇൻഫർമേഷനിൽ ബിസിനസ് നെയിം, ഷോപ്പ് ടൈപ്പ്, ബിസിനസ് അഡ്രസ്, കോൺടാക്റ്റ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നാം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന റെസിപ്റ്റിൽ ഡിസ്പ്ലേ ആകുന്ന കാര്യം ഓർക്കുക. ശേഷം ആഡ് ഷോപ്പ് എന്ന ഈ ബട്ടൺ എൻ്റർ ചെയ്യുക. അടുത്ത സ്ക്രീനിൽ 1 month പ്ലാൻ എടുക്കാം, 3 months പ്ലാൻ എടുക്കാം, 6 months പ്ലാൻ എടുക്കാം, 1 year പ്ലാൻ എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ മെയിൻ സ്ക്രീൻ ലോഞ്ചായി വന്നിരിക്കുകയാണ്. ഈ ലോഞ്ച് സ്ക്രീനിലുള്ള എല്ലാ കോമ്പണൻസും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ലോഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന ഈ സ്ക്രീൻ ബാസ്ക്കറ്റ് സ്ക്രീനാണ്. നമ്മുടെ ഐറ്റം ആഡ് ചെയ്യാനുള്ള സ്ക്രീനാണ് ബാസ്ക്കറ്റ് സ്ക്രീൻ. അതിനു മുമ്പേ ഇവിടെ ഫസ്റ്റ് കാണുന്ന സ്ക്രീൻ സെറ്റിംഗ്സ് ആണ്. സെറ്റിംഗ് സ്ക്രീനിനകത്ത് യൂസേഴ്സ്, ഷോപ്സ്, സബ്സ്ക്രിപ്ഷൻസ്, ടാക്സസ്, പ്രിൻ്റർ, സെസസ് എന്നീ ബട്ടൺസ് കാണാം. യൂസേഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാഫ് യൂസറിനെ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് ഉള്ള ഈ യൂസർ അഡ്മിൻ ആണ്. ആദ്യം രജിസ്റ്റർ ചെയ്ത ആ യൂസറാണ് അഡ്മിൻ. അഡ്മിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതുതായി ഒരു യൂസറിനെ ഇതിനകത്തേക്ക് എൻറോൾ ചെയ്യിക്കണമെങ്കിൽ ആഡ് എന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം രജിസ്ട്രേഷൻ സ്ക്രീനിൽ നാം കണ്ട പോലെ ഇവിടെ പുതിയൊരു യൂസറിനെ നാം എൻ്റർ ചെയ്യുകയാണ്. യൂസറിൻ്റെ മൊബൈൽ നമ്പർ, യൂസറിൻ്റെ നെയിം, യൂസർ അഡ്രസ്, യൂസർ ഇമെയിൽ, യൂസർ പാസ്വേഡ്. തുടർന്ന് യൂസർ സെറ്റിംഗ്സിനകത്ത് യൂസറിൻ്റെ റോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ശേഷം സ്റ്റാറ്റസിൽ വന്ന് ആക്റ്റീവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ സ്ക്രീനിൽ യൂസറിൻ്റെ എല്ലാ ഇൻഫർമേഷനും എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നാം നേരത്തെ കൊടുത്ത യൂസറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ആകുന്നതാണ്. തുടർന്ന് യൂസറിൻ്റെ മൊബൈൽ വന്ന OTP എൻ്റർ ചെയ്ത് പുതിയൊരു യൂസറിനെ നമുക്ക് ആഡ് ചെയ്യാം. അടുത്തായി സെറ്റിംഗ് സ്ക്രീനിൽ ഷോപ്സ് എന്ന സ്ക്രീൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഷോപ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നാം നേരത്തെ എൻ്റർ ചെയ്ത ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഷോപ്പ് ഡീറ്റെയിൽസ് എന്ന ഈ സ്ക്രീനിൽ നമുക്ക് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. ശേഷം എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷോപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ റിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഏത് പ്ലാനാണോ ചൂസ് ചെയ്യേണ്ടത് ആ പ്ലാൻ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം.
പുതുതായി ഒരു ഷോപ്പ് ആഡ് ചെയ്യണമെങ്കിൽ നാം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. മുകളിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, കൺട്രി സെലക്ട് ചെയ്യുക, ഗൂഗിൾ ലൊക്കേഷനിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എൻ്റർ ഷോപ്പ് ഡീറ്റെയിൽസ് മാനുവലി എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതുതായി നാം എൻ്റർ ചെയ്യുന്ന ഷോപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എൻ്റർ ചെയ്യാം. ഓരോ ഷോപ്പും പ്രത്യേകം സബ്സ്ക്രിപ്ഷനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തും റിന്യൂ ചെയ്യാം. ഇവിടെയും നമുക്ക് ഷോപ്പ് ഡീറ്റെയിൽസ് കാണാം. റിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാം. അടുത്തതായി നമ്മുടെ ഷോപ്പ് ടാക്സ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അതെങ്ങനെ ഇതിനകത്ത് എൻറോൾ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ സ്ഥാപനം ഏത് ടാക്സ് സിസ്റ്റത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പ് GST ടാക്സ് സിസ്റ്റത്തിൽ വരുന്നതാണെങ്കിൽ GST സെലക്ട് ചെയ്യുക. GST സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ സ്ഥാപനം ഒരു സ്റ്റേറ്റിന് കീഴിലാണ് വരുന്നതെങ്കിൽ SGST എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഒരു യൂണിയൻ ടെറിട്ടറിയിൽ ആണ് വരുന്നതെങ്കിൽ UTGST സെലക്ട് ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ഥാപനം ഒരു സ്റ്റേറ്റിന് കീഴിലായതുകൊണ്ട് SGST സെലക്ട് ചെയ്യുകയാണ്. അടുത്തായി GST രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ GST രജിസ്ട്രേഷൻ നമ്പർ എന്താണോ അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ശേഷം സബ്മിറ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സെറ്റിംഗ്സ് വിൻഡോയിൽ നിന്ന് ഒരു ബ്ലൂടൂത്ത് പ്രിന്റർ എങ്ങനെയാണ് iBiller ആപ്ലിക്കേഷനുമായി കോൺഫിഗർ ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനായി പ്രിന്റർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്ലൂടൂത്ത് പ്രിന്റർ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റർ കാണാം. ഈ പ്രിന്റർ ഒന്ന് സെലക്ട് ചെയ്താൽ ഇനി മുതൽ അതായിരിക്കും നമ്മുടെ ഡിഫോൾട്ട് പ്രിന്റർ. ഒന്നിലധികം ബ്ലൂടൂത്ത് റെസിപ്റ്റ് പ്രിന്ററുകൾ ഉണ്ടെങ്കിൽ ഏതാണ് ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി ആ പ്രിന്റർ ക്ലിക്ക് ചെയ്താൽ അതായിരിക്കും ഈ ഫോണിൽ ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള പ്രിന്റർ. ശേഷം ഒരു ടെസ്റ്റ് പ്രിന്റ് എടുക്കാം. അതിനായി റൈറ്റ് സൈഡിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു പ്രിന്റർ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ നിന്ന് മാറ്റണമെങ്കിൽ റൈറ്റിലുള്ള ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന പോലെ പ്രിന്റ് ഐക്കൺ ഡിസേബിൾഡ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ പ്രിന്ററുമായി കണക്റ്റഡ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഹാൻഡ്സെറ്റിൻ്റെ ബ്ലൂടൂത്ത് ഓഫ് ആയിരിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റർ ഓഫ് ആയിരിക്കുകയോ ചെയ്യാം. ഇത് ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും പ്രിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് പ്രിന്റർ കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായി എങ്ങനെയാണ് ഒരു സെസ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. അതിനായി സെസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ സെസ് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് കോർണറിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെസ് നെയിം കൊടുക്കാം. ശേഷം സെസ് റൈറ്റ് കൊടുക്കാം. തുടർന്ന് ആഡ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെസ് ലിസ്റ്റിലേക്ക് പുതിയൊരു സെസ് ഐറ്റം ആഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വീണ്ടും ആ സെസ് ഐറ്റം എഡിറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേണ്ട മാറ്റങ്ങൾ വരുത്തി എഡിറ്റ് സെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി സെസ് ലിസ്റ്റിൽ നിന്ന് ഈ ഐറ്റം റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഒരു കൺഫർമേഷൻ ഡയലോഗ് ചോദിക്കും. യെസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സെസ് ലിസ്റ്റിൽ നിന്ന് ആ ഐറ്റം റിമൂവ് ആയിരിക്കുകയാണ്. അടുത്തതായി മെയിൻ സ്ക്രീനിൽ ഇൻവെന്ററി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ടൈപ്പ് അനുസരിച്ച് ഇൻവെന്ററി, പ്രോഡക്ട്സ്, സർവീസ് എന്നിങ്ങനെയായിരിക്കും ഈ ബട്ടൺ നെയിം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ട സ്ക്രീൻ. ഇവിടെ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റിനെ ആഡ് ചെയ്യാം. പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാർകോഡ് അല്ലെങ്കിൽ ഐറ്റം കോഡ്, ഐറ്റം നെയിം ആൻഡ് ഡിസ്ക്രിപ്ഷൻ, HSN, SAC, റാക്ക് കോഡ്, ഓപ്പൺ ക്വാണ്ടിറ്റി അഥവാ ഓൺ ഹാൻഡ് ക്വാണ്ടിറ്റി, യൂണിറ്റ് കോസ്റ്റ്, യൂണിറ്റ് പ്രൈസ്, GST റേറ്റ് എന്നീ വിവരങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം. ആദ്യമായി ഞാൻ എൻ്റർ ചെയ്യുന്ന പ്രോഡക്റ്റ് കിസാൻ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ്. നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് അല്ലെങ്കിൽ ഐറ്റം കോഡ് ആപ്പിന് ആ ഐറ്റത്തെ മനസ്സിലാക്കുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്പറാണ്. അതുകൊണ്ട് ബാർകോഡോ അല്ലെങ്കിൽ ഐറ്റം കോഡോ ഡ്യൂപ്ലിക്കേഷൻ വരാതെ നോക്കുക. ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്ന കിസാൻ മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ ബാർകോഡ് ഇതിലേക്ക് നേരിട്ട് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാർകോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് ഞാൻ സ്കാൻ ചെയ്ത് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അടുത്തതായി പ്രോഡക്റ്റിൻ്റെ നെയിമും അതിൻ്റെ ഡെസ്ക്രിപ്ഷനുമാണ് എൻ്റർ ചെയ്യേണ്ടത്. HSN കോഡോ SAC കോഡോ അതോ അല്ലെങ്കിൽ നാം സൂക്ഷിക്കുന്ന റാക്ക് കോഡോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഫീൽഡിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് എന്നുള്ളത് എൻ്റർ ചെയ്യാം. ശേഷം യൂണിറ്റ് കോസ്റ്റ് എൻ്റർ ചെയ്യാം. അടുത്തതായി യൂണിറ്റ് പ്രൈസ് എൻ്റർ ചെയ്യാം. ഇതിന് വരുന്ന GST നിരക്ക് എത്രയാണോ എന്നുള്ളത് എൻ്റർ ചെയ്യാം. ഓരോ പ്രോഡക്റ്റിനും നിശ്ചയിച്ചിട്ടുള്ള GST നിരക്കാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ഐറ്റം എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇൻവെൻ്ററിയിലേക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ആഡ് ആയിരിക്കുകയാണ്. അടുത്തായി ഏതെങ്കിലും പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. പ്രോഡക്റ്റ് ആഡ് ചെയ്ത് തീർന്നതിന് ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻവെൻ്ററി ലിസ്റ്റ് സ്ക്രീനിൽ മുകളിൽ കാണുന്ന ബ്ലൂ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാം എൻ്റർ ചെയ്ത പ്രോഡക്റ്റ് ഇൻവെൻ്ററി ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഇൻവെൻ്ററി ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ യൂസേഴ്സിൻ്റെ ഐബില്ലർ ആപ്ലിക്കേഷനകത്തും കാണാൻ കഴിയുന്നതാണ്. നമുക്ക് വേണ്ട പ്രോഡക്ട്സുകളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ബാസ്ക്കറ്റിലേക്ക് ഞാൻ ഈ സ്ക്രീനിനെ ചേഞ്ച് ചെയ്യുകയാണ്.
ബാസ്ക്കറ്റ് സ്ക്രീനാണ് നമ്മുടെ വർക്ക് സ്പേസ് ആയി വർക്ക് ചെയ്യുന്നത്. അടുത്തതായി എങ്ങനെയാണ് ബാസ്ക്കറ്റ് സ്ക്രീൻ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. ആദ്യമായി മുകളിൽ കാണുന്ന ബ്ലൂ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് കസ്റ്റമർ സെലക്ട് ചെയ്യുക. തുടർന്ന് യെല്ലോ പ്രോഡക്റ്റ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഓരോന്നായി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഈ കാണുന്ന പ്ലസ് മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. അടുത്തായി വേറൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണ്. വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണ്. ഏത് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേണമെങ്കിലും ഈ റെഡിൽ പ്രൈസ് എന്ന് കാണിക്കുന്ന ലേബലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ആവശ്യമെങ്കിൽ ബ്ലൂ ലേബലിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റിയും നമുക്ക് മാറ്റാം. ബാസ്ക്കറ്റിൽ കാണുന്ന ഏതൊരു ഐറ്റവും ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി താഴെ കാണുന്ന പ്ലസ് മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാറ്റാം. ഏതെങ്കിലും ഐറ്റം ബാസ്ക്കറ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ റൈറ്റിൽ കാണുന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാം. ബാസ്ക്കറ്റിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഒരൊറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ ക്വാണ്ടിറ്റി കാണിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ബാസ്ക്കറ്റ് ക്ലിയർ ചെയ്യാം. ഒരു IGST സെയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അഥവാ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണ് നമ്മുടെ കസ്റ്റമർ വന്നിരിക്കുന്നത് എങ്കിൽ നമുക്ക് IGST സെയിൽ ടിക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റുകൾ ഓരോന്നായി ആഡ് ചെയ്യാം. ഓരോ പ്രോഡക്റ്റിൻ്റെയും ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ഐറ്റം ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യാം. അതിനായി താഴെ കാണുന്ന യെല്ലോ ബാർകോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാസ്ക്കറ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിൻ്റെ ടാക്സും എല്ലാം കാണാം. ടോട്ടൽ ടാക്സ് വന്നിരിക്കുന്നത് 35 രൂപയും 8 പൈസയുമാണ്. ഇനി എങ്ങനെയാണ് ബാസ്ക്കറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ചെക്കൗട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനായി ടോട്ടൽ എമൗണ്ട് കാണിക്കുന്ന ബട്ടൺ, ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെക്കൗട്ട് സെയിൽ എന്ന ഡയലോഗ് ഡിസ്പ്ലേ ആകും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറിന് ഒരു ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡിസ്കൗണ്ട് രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പേഴ്സൻറ്റേജ് ബേസിലും എമൗണ്ട് ബേസിലും നമുക്ക് ഡിസ്കൗണ്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. പേഴ്സൻറ്റേജ് ബേസ് ആണെങ്കിൽ നമ്മൾ ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിന് വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണിക്കുന്നു. ഇനി എമൗണ്ട് ബേസ് ചെയ്താണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന ഫീൽഡിൽ എത്രയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജും ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നെറ്റ് എമൗണ്ട് എത്രയെന്ന് കാണാം. ഈ നെറ്റ് എമൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട പക്ഷം പെയ്ഡ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണിക്കുന്നു. ഇവിടെ ഈ സെയിൽ ചെക്കൗട്ട് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ആണ് കസ്റ്റമറിന് കൊടുക്കുന്നതെങ്കിൽ എസ്റ്റിമേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് എസ്റ്റിമേറ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ മറ്റൊരു ഡയലോഗ് ഡിസ്പ്ലേ ആയിരിക്കുകയാണ്. അതിൽ നിന്ന് റെസിപ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ റെസിപ്റ്റ് എന്ന റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ റെസിപ്റ്റ് ഒരു കസ്റ്റമറിന് പേപ്പർലെസ് ആയി അഥവാ വാട്സപ്പായി സെൻഡ് ചെയ്യണമെങ്കിൽ വാട്സപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൈഫൈ പ്രിന്ററിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയ
ആപ്ലിക്കേഷനുമായി ഈ ഇൻവോയ്സ് ഷെയർ ചെയ്യണമെങ്കിൽ വൈഫൈ ഓർ ഷെയർ എന്ന ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് പ്രിന്റ് ചെയ്യുകയാണ്. ഇനി ഒരു സെയിൽ ചെക്കൗട്ട് ചെയ്യുന്ന സമയം ഇന്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ അല്ല എങ്കിൽ ഓഫ്ലൈൻ സെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ സെയിൽ ചെക്കൗട്ട് ചെയ്യാം. അതിനായി ഓഫ്ലൈൻ സെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ സമയം മുകളിലെ ആപ്പ് ബാറിൽ ഒരു റെഡ് ഓഫ്ലൈൻ ബട്ടൺ വന്ന് കിടക്കുന്നത് കാണാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഹാൻഡ്സെറ്റിലുള്ള ഓഫ്ലൈൻ സെയിൽസ് ഏതെല്ലാം എന്നറിയാം. വീണ്ടും ഇന്റർനെറ്റ് കണക്ഷൻ റീസ്റ്റോർ ചെയ്ത് അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിൽസ് എല്ലാം ക്ലൗഡിലേക്ക് അപ്ലോഡ് ആകുന്നതാണ്. ഇന്റർനെറ്റ് കണക്ഷൻ റീസ്റ്റോർ ചെയ്യുന്ന സമയം ഈ ഹാൻഡ്സെറ്റിനകത്തുള്ള എല്ലാ ഓഫ്ലൈൻ സെയിൽസും ക്ലൗഡിലേക്ക് ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ആകുന്നതാണ്. ബാസ്ക്കറ്റ് സ്ക്രീനിൽ മുകളിൽ കാണുന്ന ബട്ടൺസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ഒരു ഐറ്റം എൻ്റർ ചെയ്ത് അതിന് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് ആഡ് ചെയ്ത് അടുത്ത ഐറ്റം എൻ്റർ ചെയ്യുമ്പോൾ ബാസ്ക്കറ്റിൽ ടോട്ടൽ ഐറ്റംസ് എത്രയാണ് എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഫസ്റ്റ് ഐക്കൺ ടോട്ടൽ ഐറ്റംസ് ഇൻ ബാസ്ക്കറ്റ്. അടുത്തതായി നമ്മുടെ സെയിൽസ് റിപ്പോർട്ടിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് ബട്ടനാണ് രണ്ടാമതായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സെയിൽസ് എത്ര എന്നുള്ളത് കാണാം. അടുത്തായി ബാസ്ക്കറ്റ് സ്ക്രീനിൽ മുകളിൽ കാണുന്ന പ്രിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് റെസിപ്റ്റ് വീണ്ടും പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഐക്കണിൻ്റെ തൊട്ടു ലെഫ്റ്റിൽ കാണുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റ് റെസിപ്റ്റ് ഓപ്ഷൻസ് എടുക്കാം. അടുത്തതായി ഐബില്ലറിൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതിനായി വെൻഡറിനെ സെലക്ട് ചെയ്യാം, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം, ചെക്കൗട്ട് ചെയ്യാം. പർച്ചേസ് സ്ക്രീനിൽ കാണുന്ന മുകളിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് റിപ്പോർട്ടിലേക്ക് പോകാം. സെയിൽസ് റിപ്പോർട്ടും പർച്ചേസ് റിപ്പോർട്ടും ഏത് സോഷ്യൽ മീഡിയ ആപ്പ് ഉപയോഗിച്ചും ഷെയർ ചെയ്യാം, പ്രിന്റ് ചെയ്യാം. അടുത്തതായി മോർ സ്ക്രീനിൽ ഉള്ള മെനു ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ആദ്യമായി വെൻഡേഴ്സ്. നാം ആരിൽ നിന്നാണോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അവരെയാണ് ഇവിടെ വെൻഡർ ആയി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വെൻഡറെ ആഡ് ചെയ്യണമെങ്കിൽ വെൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. വെൻഡർ സ്ക്രീനിൽ ടോപ്പ് കോർണറിൽ പ്ലസ് ബട്ടൺ കാണാം. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വെൻഡർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നാം എൻ്റർ ചെയ്ത വെൻഡർ ലിസ്റ്റ് കാണാവുന്നതാണ്. പി എന്നത് ഈ വെൻഡറുടെ പർച്ചേസ് ലിസ്റ്റ് കാണാനും
R എന്നത് ഈ വെൻഡറുടെ പർച്ചേസ് റിട്ടേൺ കാണാനും, P എന്ന റെഡ് ബട്ടൺ ഈ വെൻഡർക്ക് നാം കൊടുത്തിട്ടുള്ള പേയ്മെന്റ് കാണാനും, റെഡ് ഡോളർ സൈൻ ഈ വെൻഡറുടെ പേയ്മെന്റ് അല്ലെങ്കിൽ റീഫണ്ട് റെക്കോർഡ് ചെയ്യാനുള്ളതും, ലാസ്റ്റ് കാണുന്ന ആരോ മാർക്ക് ഈ വെൻഡറെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ളതുമാണ്. അടുത്തതായി ഒരു കസ്റ്റമറെ എങ്ങനെയാണ് ഐബില്ലറിൽ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി കസ്റ്റമേഴ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് കോർണറിൽ നിന്ന് പ്ലസ് പേഴ്സൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നാം എങ്ങനെയാണോ ഒരു വെൻഡറെ ആഡ് ചെയ്തത് അത് പ്രകാരം തന്നെ ഒരു കസ്റ്റമറെയും ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ശേഷം ആഡ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം ആഡ് ചെയ്ത കസ്റ്റമറെ ലിസ്റ്റിൽ കാണാം. ഓരോ കസ്റ്റമറിനും താഴെയുള്ള ബട്ടൺസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ സെയിൽസ് റിപ്പോർട്ട് കാണാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ എസ്റ്റിമേറ്റ് റിപ്പോർട്ട് കാണാം. ആർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ സെയിൽസ് റിട്ടേൺസ് കാണാം. ഗ്രീൻ ആർ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ റെസിപ്റ്റ്സ് കാണാം. റെഡ് ഡോളർ സൈൻ ക്ലിക്ക് ചെയ്ത് കസ്റ്റമറുടെ പേയ്മെന്റ്, റീഫണ്ട് എന്നീ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. ലാസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാം. കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് PDF ആയി എക്സ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും എക്സ്പോർട്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി സെയിൽസ് റിപ്പോർട്ട് അറിയാം. അതിനായി സെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സെയിൽസ് ലിസ്റ്റിനെ ഓരോ ദിവസവും ഉള്ള ഈ സെയിൽസ് ലിസ്റ്റിനെ നമുക്കൊരു PDF ഫയൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള ബട്ടനാണ് താഴെ. PDF ആയി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് കാണാം. അതില്ലെങ്കിൽ സെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെയിൽസ് മാത്രം കാണാം. സെയിൽസ് റിപ്പോർട്ടിൽ കാണുന്ന ഓരോ ഐറ്റംസും ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ കഴിയും. ബിൽ എത്രയാണെന്നും അതിന് വന്നിരിക്കുന്ന പ്രൈസ് എത്രയാണെന്നും കോസ്റ്റ് എത്രയാണെന്നും GST എത്രയെന്നും IGST സെയിലാണെങ്കിൽ IGST എത്രയാണ് എന്നുള്ളതും ഈ സെയിലിൽ നിന്ന് വന്നിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതും എല്ലാം ഈ ലിസ്റ്റ് സ്ക്രോൾ ചെയ്താൽ കാണാം. ഇൻവോയ്സ് നമ്പറിന് തൊട്ടുമുകളിൽ കാണുന്ന ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആ ഇൻവോയ്സ് ഓപ്പൺ ചെയ്തു വരികയും ആ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാനും കഴിയുന്നു. ഇവിടെ ഒരു ഇൻവോയ്സ് നമുക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന RTN എന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ ഐറ്റംസും നമുക്ക് റിട്ടേൺ ചെയ്യാം. ചെക്ക് ചെയ്ത ഐറ്റംസ് അൺചെക്ക് ചെയ്യണമെങ്കിൽ ക്ലിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻവോയ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമാണ് റിട്ടേൺ ചെയ്യേണ്ടത് എങ്കിൽ ആ ഐറ്റം മാത്രം ചെക്ക് ചെയ്യാം. ശേഷം റിട്ടേൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് യെസ് എന്ന് കൺഫേം ചെയ്ത് ആ ഒരു ഐറ്റം നമുക്ക് ഈ ഇൻവോയ്സിൽ നിന്ന് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ആ ഐറ്റം റിട്ടേൺ ആയിരിക്കുന്നു.
ഏതൊരു റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതാത് ദിവസത്തെ ഡേറ്റ് ആയിരിക്കും മുകളിൽ കാണുന്നത്. അത് മാറ്റി വേണ്ട ഡേറ്റുകളിലേക്കുള്ള റിപ്പോർട്ടുകൾ എടുക്കാം. സെയിൽസ് റിപ്പോർട്ടിൽ ഒരു ബിൽ സ്കാൻ ചെയ്ത് ആ സെയിൽസ് ഏതാണെന്നുള്ളത് കണ്ടെത്താം. സെയിൽസ് റിപ്പോർട്ടിൽ കാണുന്ന എല്ലാ ഇൻവോയ്സിൻ്റെയും ആകെ തുക അഥവാ ഒരു ക്യുമുലേറ്റീവ് ഫിഗർ താഴത്തെ ബോട്ടം ബാറിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് കാണാം. ഇതിനകത്ത് എത്ര ഇൻവോയ്സ് എന്നും ആ ഇൻവോയ്സിൻ്റെ എല്ലാം ടോട്ടൽ പ്രൈസ് എത്രയെന്നും കോസ്റ്റ് എത്രയെന്നും GST എത്രയെന്നും IGST എത്രയെന്നും ബിൽ എത്രയാണെന്നും പ്രോഫിറ്റ് എത്രയാണെന്നും നമുക്കറിയാൻ കഴിയുന്നു. അടുത്തായി സെയിൽസ് റിട്ടേൺ നോക്കാം. സെയിൽസ് റിട്ടേൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെയിൽസ് റിട്ടേൺ അറിയാം. നാം നേരത്തെ ചെയ്ത ഒരു ഐറ്റം ഇവിടെ സെയിൽസ് റിട്ടേണിൽ വന്ന് കിടപ്പുണ്ട്. ഇൻവോയ്സ് നമ്പറിന് മുകളിലുള്ള ബ്ലൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സെയിൽസ് റിട്ടേൺ ഇൻവോയ്സ് ഡീറ്റെയിൽസ് കാണാം. അടുത്തായി പർച്ചേസ് റിപ്പോർട്ട് കാണുവാൻ പർച്ചേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പർച്ചേസ് ഐഡിയുടെ മുകളിലുള്ള ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. നാം സെയിൽസ് റിപ്പോർട്ടിൽ നിന്ന് ഒരു സെയിലിനെ എങ്ങനെയാണ് റിട്ടേൺ ചെയ്തത് എന്നതുപോലെ തന്നെ ഇവിടെ ഒരു പർച്ചേസും നമുക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയുന്നതാണ്. പർച്ചേസ് റിപ്പോർട്ടിനെ എക്സ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും എക്സ്പോർട്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കസ്റ്റമറിൽ നിന്ന് നാം റിസീവ് ചെയ്ത റെസിപ്റ്റ്സ് അറിയാൻ റെസിപ്റ്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഐബില്ലറിൽ നാം ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ്സ് റിപ്പോർട്ട് അറിയാൻ എസ്റ്റിമേറ്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായി ഒരു എസ്റ്റിമേറ്റിനെ എങ്ങനെയാണ് ഒരു സെയിൽസ് ആയി കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി ബാസ്ക്കറ്റ് സ്ക്രീനിൽ വരിക, കസ്റ്റമർ സെലക്ട് ചെയ്യുക, പ്രോഡക്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുക, ശേഷം ചെക്ക്ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എസ്റ്റിമേറ്റ് കൊടുക്കുക. എസ്റ്റിമേറ്റ് റെസിപ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ശേഷം മോർ സ്ക്രീനിൽ പോയി എസ്റ്റിമേറ്റ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നാം ചെയ്ത എസ്റ്റിമേറ്റ് കാണാം. ഈ എസ്റ്റിമേറ്റ് ഐഡിയിലെ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എസ്റ്റിമേറ്റിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. ഇവിടെ എസ്റ്റിമേറ്റ് ഓരോന്നായി റിട്ടേൺ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഈ എസ്റ്റിമേറ്റിനെ ഒരു സെയിൽസ് ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ പ്ലസ് കാർട്ട് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബാസ്ക്കറ്റിലേക്ക് ആ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും വരുന്നതാണ്. തുടർന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് റിപ്പോർട്ട് എടുത്താൽ അതിൽ നാം ചെയ്ത 2 സെയിൽസും കാണാം. ഓർക്കുക, ആദ്യത്തെ സെയിൽ ക്യാഷും രണ്ടാമത്തെ സെയിൽ ഒരു കസ്റ്റമറുടെ പേരിലും ഉള്ളതാണ്. അതിനാൽ ആ കസ്റ്റമറുടെ സെയിൽസ് റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം.
ഐബില്ലർ ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് ആപ്പിൻ്റെ മലയാളം ഡെമോൺസ്ട്രേഷനാണ് നിങ്ങൾ കണ്ടത്. തുടർന്ന് പുതിയ അപ്ഡേറ്റ്സുകളുടെ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.